മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു മിക്സഡ് വെജിറ്റബിൾ സൂപ്പാണ്. അപ്പം നമുക്ക് വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ അതൊക്കെ വേണം നോക്കാം. ഇതുകൊണ്ടിൽ 2 ക്യാരറ്റ് കൂടി എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ്. അതേപോലെ 2 സവാള മുറിച്ച് വെച്ചിട്ടുണ്ട്. 3 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ബേ ലീഫ്. ഇതെല്ലാം കൂടി നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ടു. ഇനി നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു 2 വിസിൽ മതി. നമ്മൾ വേവിക്കാൻ വെച്ച ക്യാരറ്റ്, ഉള്ളി, തക്കാളി അവിടെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിന് നമ്മൾക്ക് നല്ലോണം അടിച്ചെടുക്കാം. നമുക്കിനി സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഇതിലേക്ക് കുറച്ച് വെണ്ണ ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സൂപ്പാണിത്. പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് കാബേജ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് വഴന്ന് കിട്ടുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നാൽ നമ്മുടെ കാബേജ് ഇവിടെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും സവാളയും പിന്നെ തക്കാളിയും കൂടെ വേവിച്ചരച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് അരയ്ക്കുമ്പോൾ ഈ ഇല ചേർക്കരുത് കേട്ടോ, ഇല വേറെ എടുത്ത് വെക്കണം. ഇനി നമ്മൾക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിന് എരിവിന് വെറും കുരുമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. നമ്മളുടെ സൂപ്പ് ഇവിടെ തിളച്ച് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 സ്പൂണ് കൂവപ്പൊടിയാണ്, എയറോറൂട്ട് പൗഡർ. ഇതാണ് ഇനി കലക്കിയിട്ട് കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. കോൺഫ്ലവറും എടുക്കാം. അതിന് പകരമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് കൂവപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് കൂവപ്പൊടി കലക്കിയതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂവപ്പൊടി ആരോഗ്യത്തിന് എത്ര നല്ലതാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ക്ഷീണം അകറ്റാനും പിന്നെ ഈ ടാബ്ലറ്റൊക്കെ കഴിച്ച് ചിലർക്ക് ശരീരത്തിന് ഉഷ്ണം കയറല്ലോ, അതൊക്കെ ഇല്ലാതാവാനൊക്കെ കൂവപ്പൊടി നല്ലതാണ്. ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ തണുപ്പ് കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കുടിച്ചാൽ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ നമ്മളുടെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം. അടിപൊളിയുണ്ട്. പാകത്തിന് ഉപ്പും എരിവും എല്ലാം ഉണ്ട്. ഇത് നമ്മൾക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് സൂപ്പ് ഇവിടെ റെഡിയായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ടൊന്ന് അലങ്കരിച്ച് കൊടുക്കാം. ഇത് സൂപ്പിൻ്റെ കൂടെ കഴിക്കാൻ ഇത് സൂപ്പ് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ തന്നെ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പം ഞാനിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ലൊരു സ്റ്റിക്കാണിത്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള. അപ്പോൾ നമുക്ക് സൂപ്പ് ഇങ്ങനെ സ്റ്റിക്ക് സൂപ്പിലിങ്ങനെ മുക്കിയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ അമർത്തണം. പിന്നീട് വരുന്ന ഓൾ എന്ന ഓപ്ഷനോട് എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ശോഭാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.